അത് കലക്ടറുടെ കൈയോടുകൂടി നടന്നതാണെന്ന് എനിക്ക് 100% പറയാനുള്ള കഴിയും. കാരണം അങ്ങനെയുള്ളൊരു സംഗതി എൻ്റെ കൈവശമുണ്ട്. അത് പുറത്തുവിടാനായിട്ടില്ല. ഞാൻ ആ കേസിൻ്റെ ഇതിൽ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ബഹിരാകാശ നിയമപ്രകാരം ഞാൻ വാങ്ങിയ കേസ് ഡയറിയുടെ തെറ്റ് തിരുത്താനോ അല്ലെ കേസ് ഡയറിയെ പറ്റി അന്വേഷിക്കാനോ വീണ്ടും ഞാനൊരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആ അപ്പീലിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഈ ചാനലിൽ തന്നെ ഞാനത് കൈമാറും. നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ അവസരത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ ADM നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും കേരളത്തിന് ദുരൂഹമായിരിക്കുന്നത്. ഒരു കാരണവശാലും ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവരും അദ്ദേഹത്തിന്റെ കുടുംബവും അടയാളപ്പെടുത്തുന്നു. ഔദ്യോഗിക ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല. സർവീസിൽ ഗുഡ് ട്രാക്ക് റെക്കോർഡുള്ള ഒരു മനുഷ്യൻ, അഴിമതിയുടെ കറ പുരളാത്ത ഒരു മനുഷ്യൻ, 19-ാം വയസ്സു മുതൽ സർവീസിൽ പ്രവേശിച്ച് ഇനി 7 മാസത്തെ കൂടി സർവീസ് ബാക്കി നിൽക്കെയാണ് അദ്ദേഹത്തെ ആരോ സ്ഥാപിത താൽപ്പര്യക്കാർ ചേർന്ന് കൊന്നുകളഞ്ഞത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ക്രൈം ഓൺലൈൻ ഈ വിഷയത്തിൽ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അടിസ്ഥാനമുള്ള വാർത്തകൾ തന്നെയായിരുന്നു. മുൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ കണ്ണൂരിൽ ഉള്ള ഇപ്പോൾ നിലവിലുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും കിട്ടിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ക്രൈം ഓൺലൈൻ ആ വാർത്തകൾ അത്രയും ചെയ്തത്. ഇപ്പോഴും നവീൻ ബാബുവിൻ്റെ വാർത്തകളെക്കുറിച്ച് ക്രൈം ഓൺലൈൻ്റെ കമൻറ്റ് ബോക്സുകളിൽ നിറയുന്ന കമൻറ്റുകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. കവിയൂർ കേസ് പോലെ, ലാവ്ലിൻ കേസ് പോലെ, ഐസ്ക്രീം പാർലർ കേസ് പോലെ, ഇടമലയാർ കേസ് പോലെ ക്രൈം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള പല കേസുകൾ പോലെ ഈ കേസും ക്രൈം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ക്രൈമിൻ്റെ പ്രത്യേക താല്പര്യത്തോടുകൂടി ഇത് കോടതിയുടെ മുൻപിൽ കൊണ്ടുവരാനും ഇതിൽ കക്ഷി ചേരാനും ക്രൈമിനാകണം എന്നൊക്കെ തരത്തിലുള്ള പല വിധത്തിലുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കണ്ണൂരിൽ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ നവീൻ ബാബു മരണപ്പെട്ടു എന്ന് പറയുന്ന ക്വാർട്ടേഴ്സിൽ പോലീസ് നടത്താതെ പോയതോ പോലീസ് കണ്ണടച്ചതോ ആയ നിരവധി പരിശോധനകളുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതായ നിരവധി തെളിവുകളുണ്ടായിരുന്നു. ഈ തെളിവുകളൊന്നും തന്നെ പോലീസ് കണ്ടെത്തിയിട്ടില്ല, അഥവാ പോലീസ് അതിനോട് കണ്ണടയ്ക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന, അല്ലെങ്കിൽ ക്രൈം ഓൺലൈൻ ന്യൂസിന് കണ്ണൂർ ഭാഗത്തു നിന്നുള്ള ഒരാൾ അയച്ചു തന്ന ചില അതീവ രഹസ്യങ്ങളായ വിവരങ്ങൾ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ രഹസ്യമായ ഒരു രേഖയുണ്ട്, അത് പുറത്തുവിടാം, ക്രൈം ഓൺലൈനിലൂടെ തന്നെ പുറത്തുവിടാൻ അദ്ദേഹം ഒരുക്കമാണ്. എന്നാൽ വേറെ ചില പേപ്പറുകൾ കൂടി, കടലാസുകൾ കൂടി അദ്ദേഹത്തിന് ഇതിൽ ലഭ്യമാവാനുണ്ട്. ആ രേഖകൾ കൂടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ക്രൈം ഓൺലൈനിലൂടെ ലോകത്തോട് വിളിച്ചു പറയും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് മുനീശ്വരൻ കോവിൽ ഭാഗത്ത് നവീൻ ബാബുവിനെ ഇറക്കി വിട്ടു എന്ന് ഷംസുദ്ദീൻ പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ക്വാർട്ടേഴ്സ് തുറന്നിട്ടുണ്ടെങ്കിൽ, രണ്ടാമത് അതായത് യാത്രയപ്പ് ചടങ്ങിന് ശേഷം ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ക്വാർട്ടേഴ്സ് തുറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാതിലിൽ ഫിംഗർ പ്രിന്റുകൾ കാണേണ്ടതാണ്. ഇത് പോലീസ് കണ്ടെത്തിയതായി എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. അഥവാ ഇത്തരം തെളിവുകൾ ഇപ്പോഴും തേച്ചുമാച്ച് കളഞ്ഞിട്ടുണ്ടാവാം എന്നൊക്കെ തന്നെയാണ് കണ്ണൂരിൽ നിന്നും ഞങ്ങൾക്ക് ചില വിവരങ്ങൾ അയച്ചു തന്ന, ഞങ്ങളെ ഫോണിലൂടെ വിളിച്ച് കൃത്യമായി പറഞ്ഞ പ്രേമൻ പോത്തൻ എന്ന് പറഞ്ഞ ഒരു കണ്ണൂർക്കാരൻ ചില വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചത്. ഈ വിഷയവുമായി ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ, സുപ്രധാനമായ രേഖകൾ അദ്ദേഹം ക്രൈമിന് നൽകാം, ക്രൈമിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം രേഖകൾ, അദ്ദേഹം നൽകുന്ന അത്തരം രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നവീൻ ബാബുവിൻ്റേത് മരണമല്ലെന്നും അതൊരു കൊലപാതകമാണെന്നും കൊലയാളിയിലേക്ക് കൃത്യമായി ചെന്നെത്തുവാനുള്ള കൃത്യമായ രേഖകൾ തൻ്റെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കണ്ണൂർ വളപട്ടണം ഭാഗത്തൊരു വ്യാപാരിയുടെ വീട്ടിലുണ്ടായ കവർച്ച കേസ്, ഏതാണ്ട് 300 പവനും 1.5 കോടി രൂപയും ഒരു കള്ളൻ അടിച്ചു മാറ്റിയ സംഭവം ഉണ്ടായി. ഇതിന് പിറ്റേ ദിവസം പോലീസ് അതീവ ജാഗ്രതയോടുകൂടി ഈ കേസ് തെളിയിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം അതിൽ രാഷ്ട്രീയക്കാരും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെ. കണ്ണൂരിലെ ഒരു രാഷ്ട്രീയക്കാരനും ആ കേസിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പരോക്ഷമായും ബന്ധപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ പോലീസിനെ സർക്കാർ കയറൂരി വിട്ടത്. അതുകൊണ്ട് തന്നെ ആ കള്ളൻ്റെ തലയിൽ ഒരു മാറാല ഇരുന്നത് കണ്ടുപിടിച്ചത് കൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ ഒരു വിശദമായ പരീക്ഷണം നടത്തിയതും നീക്കം നടത്തിയതും. ആ കളവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും കൃത്യമായി 300 പവനും 1.5 കോടി
രൂപയും കട്ടെടുത്ത കള്ളനെ പോലീസ് കണ്ടെടുക്കുകയുണ്ടായി. അതായത് കേരള പോലീസിന് കഴിവുണ്ട് എന്ന് തന്നെ സാരം. എന്നാൽ വളപട്ടണം കേസ് തെളിയിച്ച കണ്ണൂർ പോലീസ് എന്തുകൊണ്ടാണ് കണ്ണൂർ പോലീസിന്റെ മൂക്കിന് താഴെ നടന്ന നവീൻ ബാബുവിന്റെ കൊലപാതകം തെളിയിക്കാത്തത്? അത് പോലീസിന് കയ്യും കാലും കെട്ടി അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ഒരു തരത്തിലും ഈ കേസ് മുന്നോട്ട് ഞങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് അന്വേഷിക്കേണ്ട എന്ന് പോലീസിനോട് കൃത്യമായി തന്നെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ണൂരിലുള്ള ഈ സുഹൃത്ത് ഞങ്ങളെ വിളിച്ചറിയിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനകം തനിക്ക് കിട്ടാനുള്ള വിശദമായ രേഖകൾ ലഭ്യമായി കഴിഞ്ഞാൽ ക്രൈം ഓൺലൈനിൽ വന്ന് നവീൻ ബാബുവിന്റെ കൊലപാതകത്തെക്കുറിച്ചും കൊലയാളിയെക്കുറിച്ചും കൃത്യമായ സൂചനകൾ നൽകുന്ന തെളിവുകൾ പുറത്തുവിടാൻ ഒരുക്കമാണ് എന്ന് പ്രേമൻ പോത്തൻ എന്ന കണ്ണൂർക്കാരൻ പറയുന്നു. എന്തായാലും നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് തന്നെയാണ് കൊലയാളിയിലേക്ക് എത്തുന്ന കൃത്യമായ വിവരങ്ങൾ, കൃത്യമായ തെളിവുകൾ തന്റെ കൈവശമുണ്ട്, താനിത് ക്രൈമിലൂടെ പുറത്തുവിടാം എന്ന് പ്രേമൻ പോത്തൻ എന്ന കണ്ണൂർക്കാരൻ പറയുമ്പോൾ തീർച്ചയായും അതിൽ വിശ്വാസയോഗ്യമായ ചില സംഗതികൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രേമൻ പോത്തന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പ്രേമൻ പോത്തൻ പറയുന്നത് പോലെ അദ്ദേഹം നൽകുന്ന തെളിവുകൾ പരിശോധിച്ചാൽ പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ ഈ കൊലയാളിയെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. കൊലയാളിയിലേക്ക് എത്തുന്ന കൃത്യമായ സൂചനകൾ തൻ്റെ കൈവശമുണ്ട് എന്ന് പ്രേമൻ പോത്തൻ പറയുമ്പോൾ തീർച്ചയായും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തെളിവുകൾ പ്രേമൻ പോത്തൻ പുറത്തുവിടുമ്പോൾ യഥാർത്ഥ കൊലയാളികളെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇതിലും വലിയ നാണക്കേട് മറ്റൊന്നും ഉണ്ടാകാനില്ല കേരള പോലീസിന് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, പ്രേമൻ പോത്തൻ പുറത്തുവിടാൻ പോകുന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി പോലീസ് ഈ കേസ് തെളിയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. ഈ ചാനലിനുള്ള ഒരു വാർത്ത ഞാൻ കേട്ടു എൻ്റെ മൊബൈൽ വഴി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഈ നവീൻ ബാബുവിനെ കൊന്നതാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നവീൻ ബാബു വീട്ടിലേക്ക് പോവാൻ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സ് പൂട്ടാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൂട്ടി അയാൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ മുനീശ്വരൻ കോവിൽ വരെ എത്തി. അവിടെ ഒരു ഫോൺ കോൾ വന്നു, അദ്ദേഹം ഇറങ്ങി. ഓക്കെ, പിന്നെ അങ്ങനെ ഓട്ടോറിക്ഷയിലോ എಲ್ಲಿയോ പോയിട്ടുണ്ടാവാം. പക്ഷെ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ എന്തിനവിടെ വന്നു? ക്വാർട്ടേഴ്സ് ചാവി ഏൽപ്പിച്ചിട്ടാണ് പോയത്. എങ്കിൽ ഈ ക്വാർട്ടേഴ്സിൽ രണ്ടാമത് ഈ ഡ്രൈവർക്ക് എന്താണ് അവിടെ ഉത്തരവാദിത്തം? ഇദ്ദേഹത്തിന് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന്, ഈ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വാതിൽ തുറന്നു കിടന്നാൽ ആ വാതിൽ തുറന്നു കിടന്നത് കണ്ടാലേക്ക് കയറാം. കാരണം എന്താണെന്ന് വെച്ചിട്ട് അതില്ല. അയാൾ ആളെ വിളിച്ചു കൂട്ടി. എന്താണ് അതിൻ്റെ ഇത്? നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നൊന്ന്, ഈ ഡോറിൻ്റെ മുകളിൽ കൈപ്പിന്നുണ്ടാവും. അത് തെളിവായിട്ട് വേണ്ട, അതെടുത്തോ. ഇതെല്ലാം എന്താ തെളിയിക്കുന്നത്? ശരിക്കും ഇത് കൊലപാതകമാണ്. ഈ ഡ്രൈവർക്കും ഇതിൽ കാര്യമായ പങ്കുണ്ട്, അത് ഉറപ്പ് തന്നെയാണ്. പിന്നെ ഈ കലക്ട്രേറ്റിൻ്റെ ഉള്ളിലും ഈ നവീൻ ബാബുവിനെതിരെ ഒരുപാട് ഗൂഢാലോചനയുണ്ട്. പല സ്റ്റാഫേഴ്സും അത് കലക്ടറുടെ കൈയോടുകൂടി നടന്നതാണെന്ന് എനിക്ക് 100% പറയാനുള്ള കഴിയും. കാരണം അങ്ങനെയുള്ളൊരു സംഗതി എൻ്റെ കൈവശമുണ്ട്. അത് പുറത്തുവിടാനായിട്ടില്ല. ഞാൻ ആ കേസിൻ്റെ ഇതിൽ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ബഹിരാകാശ നിയമപ്രകാരം ഞാൻ വാങ്ങിയ കേസ് ഡയറി ഇവിടെ തെറ്റ് തിരുത്താനോ അല്ലെ കേസ് ഡയറിയെ പറ്റി അന്വേഷിക്കാനോ വീണ്ടും ഞാനൊരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആ അപ്പീലിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഈ ചാനലിൽ തന്നെ ഞാനത് കൈമാറും.